ഇതിനേക്കാളും ഒരു മികച്ച തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു കോച്ചിനും ലഭിച്ചിട്ടുണ്ടായില്ല. അതും 135 വർഷം പഴക്കമുള്ള റെക്കോർഡും തകർത്തുകൊണ്ട്. ഡ്യൂറന്റ് കപ്പിലെ ഏറ്റവും വലിയ മാർജിനിലുള്ള വിജയം എന്ന റെക്കോർഡ് ഈ മത്സരത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി. ക്ലബിന്റെയും ഏറ്റവും വലിയ വിജയവും ഇതുതന്നെ. മുംബൈ സിറ്റി FC-യുടെ റിസർവിനോടാണ് നമ്മൾ ഈ വിജയം നേടിയതെങ്കിലും ഇതിനെ അങ്ങനെ കുറച്ച് കാണേണ്ടതില്ല. ടീമിനെ പൂർണ്ണമായും വിലയിരുത്താൻ ഇനിയുള്ള കുറച്ച് മത്സരങ്ങൾ കൂടി നമുക്ക് ആവശ്യമായി വരും. ഈ മത്സരത്തിൽ ഡിഫൻസ് ഒട്ടും തന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറ്റാക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. വിങ്ങിലൂടെയും സെൻട്രലിലൂടെയുമുള്ള അറ്റാക്കിംഗ് പാറ്റേൺ ഈ മത്സരത്തിൽ കണ്ടു. വിങ്ങിൽ പ്രധാനമായും നോയെ കേന്ദ്രീകരിച്ചായിരുന്നു അറ്റാക്ക്. അവിടെ ആൾക്ക് നല്ല സ്പേസും കിട്ടുന്നുണ്ടായിരുന്നു. ഡിഫൻസിൽ നിന്നുള്ള ഒരുപാട് ലോങ് ബോളുകൾ ആളെ ഫൈൻഡ് ചെയ്യാനും പറ്റി. മറ്റു വിങ്ങിൽ ഐമനും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഐമനും കൂടി നടത്തിയ ഒരു മുന്നേറ്റമായിരുന്നു ആദ്യ ഗോളിൽ കലാശിച്ചത്. അതിനിടയിൽ നോവയും ഐമനും വിങ്ങ് സ്വിച്ച് ചെയ്യുന്നതായും കണ്ടു. അറ്റാക്കിംഗ് കളിച്ച പെപ്രയും നോവയും ഹാട്രിക് നേടിയതും ഇഷാന്റെ ഡബിളും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഗ്രൗണ്ടിന്റെ മോശം കണ്ടീഷനാണ് കൂടുതൽ ഗോളുകൾ നേടുന്നതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ തടഞ്ഞത്. മിഡ്ഫീൽഡിൽ ഫ്രെഡിയും ഡാനിഷും നന്നായി തന്നെ കളിച്ചു. ലൂണയുടെ വക ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു. ഡാനിഷും 2 ഗോളിന് വഴിയൊരുക്കി. മൊത്തത്തിൽ പറഞ്ഞാൽ 90 മിനിറ്റും ഒരു അറ്റാക്കിംഗ് ഇന്റന്റ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കണ്ടു. എന്തായാലും വലിയ വിജയത്തോടുകൂടി തുടങ്ങാൻ പറ്റിയത് ബ്ലാസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കൂട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വിശകലനങ്ങൾ നമുക്ക് വരും മത്സരങ്ങൾക്ക് ശേഷം നടത്താമെന്ന് തോന്നുന്നു.